നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം PMG ജംഗ്ഷനിലുള്ള പൊതുമരാമത്ത് വകുപ്പിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് തൊട്ട് മുൻപിലാണ്. നമ്മൾ ഇതിന് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു കാഴ്ച കാണുവാൻ ഇടയുണ്ടായി. ആ കാഴ്ച ആദ്യം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിന് ഉള്ളിലാണ് ഇത്തരത്തിൽ 30-ലധികം വരുന്ന ബൊലേറോ വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അതായത് രജിസ്ട്രേഷൻ ഉൾപ്പെടെ പൂർത്തിയാകാതെ കെട്ടിക്കിടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന മാസത്തിലാണ് ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നിലവിലിപ്പോൾ നടക്കാത്തതിന് പിന്നിൽ RTOയുമായുള്ള എന്തോ തരത്തിലുള്ള വിഷയമാണ് എന്നാണ് നമുക്ക് ഉള്ളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഓരോ ബൊലേറോയ്ക്കും വില വരുന്നത് ഏകദേശം 12 അല്ലെങ്കിൽ 9 ലക്ഷത്തിനടുത്ത് രൂപയാണ്. അതായത് 9 ലക്ഷം ടു 12-12.5 ലക്ഷം വരെയാണ് ഒരു വാഹനത്തിൻ്റെ വില. ഇത്തരത്തിൽ 30-ലധികം വാഹനങ്ങളാണ് ഈ ഓഫീസിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ ഇത്തരത്തിൽ മണ്ണും പൊടിയും എല്ലാം തന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. കരിയില ഉൾപ്പെടെ ഇങ്ങനെ വീണ് അത് നശിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും വ്യക്തമാകുന്നത്, അതായത് 3 മാസത്തോളമായി ഈ വാഹനം ഇത്തരത്തിൽ മഴയും വെയിലും എല്ലാം തന്നെ കൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു കോമ്പൗണ്ടിൽ കിടക്കുകയാണ്. നമ്മുടെ നികുതി പണമാണ് ഇത്തരത്തിൽ നശിച്ച് പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും എന്തോ ഒരു നിയമ പ്രശ്നം ഈ ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടും കൈമാറ്റവുമായി ബന്ധപ്പെട്ടും നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ബൊലേറോ വാഹനങ്ങളുടെ അവസ്ഥ തന്നെയാണ് ഈ KSRTC ബിസിനസ് ക്ലാസ് ബസ്സുകളുടെയും. കൊട്ടിഘോഷിച്ചുകൊണ്ട് സർക്കാർ കൊണ്ടുവന്ന ഒരു ബസ്സാണ് ബിസിനസ് ക്ലാസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ 1 വർഷമായിട്ടും ഈ ഒരു ബസ് നിരത്തിലിറക്കാൻ സാധിച്ചിട്ടില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 മാസം പിന്നിടുകയാണ്. എന്നിട്ടും അവർക്ക് പോലും ഈ ഒരു ബസ് നിരത്തിലിറക്കാൻ സാധിച്ചിട്ടില്ല. സമാനമായ അവസ്ഥ തന്നെയാണ് നിലവിലിപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിനുള്ളിലും നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. അതായത് കോടിക്കണക്കിന് രൂപ പൊതുജനങ്ങളുടെ നികുതി പണമാണ് ഇത്തരത്തിൽ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ആ ഒരു ബൊലേറോയ്ക്ക് മുൻപിൽ പതിച്ച് അത് നിലവിലിപ്പോൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഭരണാധികാരികൾ കൃത്യമായ നടപടി എടുത്തില്ല എങ്കിൽ ഇതെല്ലാം തന്നെ ആക്രിക്ക് തൂക്കി വിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.